ചില നന്മകൾ വരുമ്പോൾ 1000 വട്ടം പറയണം, ഇതെനിക്ക് തന്നത് ദൈവമാണ്, ഈ ആരോഗ്യം തന്നത് ദൈവമാണ്, ഈ ശുശ്രൂഷ തന്നത് ദൈവമാണ്, ഒന്നുമില്ലായ്മ എന്നെ ഉയർത്തിയത് ദൈവമാണ്, എന്നെ അനുഗ്രഹിച്ചത് ദൈവമാണ്, എവിടെയോ കടന്ന് എന്നെ ഇവിടെ എത്തിച്ചത് ദൈവമാണ്. എന്നാണോ ഇതൊരാൾ മറക്കുന്നത്, അന്ന് അയാൾ തോൽക്കാൻ തുടങ്ങും. എന്നാണോ ഇത് ഞാൻ വലിയ പുള്ളിയാണ്, എന്റെ കഴിവാ, എന്റെ ഭാഗ്യവാ എന്ന് കരുതുന്നിടത്താണ് ഒരാൾ പതുക്കെ പതുക്കെ തോക്കാൻ തുടങ്ങുന്നത്. എന്നൊക്കെയാണോ ദൈവത്തെ ഉയർത്തുന്നത്, അന്ന് മുതൽ അയാൾക്ക് വേണ്ടതൊക്കെയും ദൈവം കൊടുത്ത് അനുഗ്രഹിക്കാൻ തുടങ്ങും. യേശു ഒരു വള്ളത്തിലോട്ട് കയറിയില്ലേ? യേശു ഒരു വള്ളത്തിലേക്ക് കയറിയപ്പോൾ അവിടെ അവർക്കുണ്ടായത് നേട്ടമാണ്, നഷ്ടമല്ല. ദൈവത്തിന്റെ വചനം നീ കേൾക്കുമ്പോൾ നിനക്ക് നഷ്ടമല്ല. ചിലർ പറയുന്നത് ഇതൊക്കെ ഒരു നഷ്ടക്കച്ചവടം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ല, നഷ്ടക്കച്ചവടം ഒന്നുമല്ല. ചിലരൊക്കെ ആവേശത്തിൽ പറയും, എനിക്ക് ഇതിനൊക്കെ എവിടാ സമയം, എനിക്ക് നേരെ നിൽക്കാൻ പോലും സമയമില്ല, പിന്നെയാണോ എനിക്ക് ഇതൊന്നും പറ്റത്തില്ല, എനിക്ക് ഭയങ്കര ബിസിയാണ്. എന്ത് ബിസിയാണെന്നാ ഈ പറയുന്നത്? ജീവിതത്തിന് ആവശ്യമായ നന്മകളില്ലാതെ, അനുഗ്രഹമില്ലാതെ ഓടിയതും നേടിയതും ഒക്കെ നഷ്ടമായി പോകും. ചിലപ്പോൾ ദൈവത്തെ കൂട്ടുപിടിക്കാതെ ഓടിയിട്ട് മെച്ചോ ഇല്ല, മിച്ചോ ഇല്ല, കടവല്ലാതൊന്നുമില്ല. ദൈവം നിനക്കെല്ലാം നൽകും.